ഹായ് ഗൈസ്, ഞാൻ രേണു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോറൂണാണ്. എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ടാമത്തെ ഉണ്ണിയുടെ ചോറൂണാണ്. അത് ഗുരുവായൂർ പോയി കൊടുക്കാമെന്നാണ് അവർ നേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് എല്ലാവരും കൂടി ഗുരുവായൂർ പോവാണ്. ഇവിടുന്ന് ഞാനും ഏട്ടനും പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനമ്മേനെയും മൂത്തേച്ചീനെയും ആളുടെ ഹസ്ബൻഡ് പിള്ളേർ അവരെയൊക്കെ എടുത്ത് ഞങ്ങളൊരു കാറിലും പിന്നെ അവർ അവരുടെ കാറിലുമായിട്ട് വരാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് നേരെ ഗുരുവായൂർക്ക് എത്തിയാൽ മതി, അവരവിടേക്ക് എത്തിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഗുരുവായൂർക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. വീട്ടിൽ നിന്ന് അങ്ങനെ അവരെ കയറ്റുന്നൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം എൻ്റെ ഫോണിലാണ് പാട്ട് വെച്ച് ഓർന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പിന് ഇറങ്ങിയാൽ കൂടുതൽ പാട്ടിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് നിന്നു. അതാണ് ഉണ്ടായത്. പിന്നെ ഇതേ വീട്ടിൽ നിന്ന് ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും അച്ഛനമ്മയും ഒക്കെ ഉണ്ട്. ചേച്ചിക്കും അമ്മയ്ക്കും അമ്പലത്തിൽ വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് അവരെന്നെ പിന്നിലേക്ക് ഇരുത്തിയേക്കുന്നത്. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആനക്കോട്ട കാണാനും ബീച്ചിലേക്ക് പോകാനും എന്നൊക്കെയുള്ളൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനാണ് പോണത്. നേരത്തെ നമ്മൾ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ പാർക്കിംഗ് ഫുള്ളാന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങൾ പഴയ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ബസ് സ്റ്റാൻഡ്, അപ്പോൾ അവിടെ ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ആക്കിയിട്ട് കണ്ട് അങ്ങോട്ട് പോന്നു. അവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ ചേച്ചീനെയും ചേട്ടൻ്റെ വീട്ടുകാരെയൊക്കെ നോക്കി നിൽക്കുകയാണ്. അവർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഞങ്ങളിവിടെ കാറിൻ്റെ അവിടെ നിന്നു. പക്ഷെ അവിടെ പൊരിഞ്ഞ വെയിലായാലും ഞങ്ങൾ പിന്നെ ഇവരുടെ അടുത്ത് തന്നെ വന്നു നിന്നു. ഇവിടെ മരത്തിൻ്റെ തണലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നു. പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അവർ വേറെ സ്ഥലത്ത് എവിടെയോ പാർക്ക് ചെയ്തു, അവരങ്ങനെ നടയിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചീനെയും അമ്മേനെയൊക്കെ കാറിലിരുത്തി അങ്ങനെ ഞങ്ങൾ നടയിലേക്ക് പോവാണ്. അങ്ങനെ നടയിലടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവരെ കണ്ടുമുട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേട്ടൻ്റെ, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്നില്ല കേട്ടോ, ആൾ ടൈലറിങ് ആണ്. അപ്പോൾ ആൾക്ക് ഓണത്തിൻ്റെ വർക്കൊക്കെ ആയിട്ട് കുറേ അധികം ഉള്ളത് കാരണം ആൾ വന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ചോറൂണിന് ആൾ, ഇവനാണ് നമുക്കിന്ന് ചോറ് കൊടുക്കേണ്ടത്. കുഞ്ഞിക്കണ്ണൻ്റെ അടുത്ത് വന്ന് മാമുണ്ണാൻ പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ നേരെ ഇന്ന് കുറേ കല്യാണങ്ങളും പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പുതിയ സ്റ്റേജിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അത് കാരണം നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ ശനിയാഴ്ചയിലത്തെയാണ് കേട്ടോ, ഞങ്ങൾ ഇന്നലെ പോയ വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്ക് ചോറൊക്കെ കൊടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. കാരണം അപ്പുറത്തേക്ക് പിന്നെ നമുക്ക് ഫോണോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പോകാത്ത കാരണം അവിടെ നിന്നുള്ള ഇതൊന്നും വീഡിയോസൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത് ഉണ്ണിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഇത് സ്റ്റേജിൽ പ്രോഗ്രാംസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് വേറെ ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗത്ത് അപ്പുറത്ത് സ്റ്റേജിൻ്റെ ഉദ്ഘാടനം, പുതിയ സ്റ്റേജിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തിക്കും തിരക്കും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്നു. പിന്നെ അവർ വേറെ കാറിലായതുകൊണ്ട് അവർ വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ നടന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആനക്കോട്ടയ്ക്കാണ്, ഗുരുവായൂരിൻ്റെ. കൃഷ്ണനോട് അങ്ങനെയൊക്കെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് അതേ വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നേരെ പോയത് അങ്ങോട്ടാണ്. പക്ഷെ നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി. ആനക്കോട്ടയിൽ അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണികൾക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഉഴുന്നുവടയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വണ്ടിയിൽ കയറിയത്. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആനക്കോട്ടയ്ക്ക് പോവാണ്. പക്ഷേ പോണ വഴിക്കെന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ബ്ലോക്ക്. നമുക്ക് വണ്ടിയിലിരുന്ന് മതിയായിരുന്നില്ല. എന്തോ ഭാഗ്യത്തിന് പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങുന്ന നേരത്തെ ഒരു മഴ കിട്ടിയെന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഗുരുവായൂർ സിനിമ തിയേറ്ററാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അറിഞ്ഞൂടാ. ഞാൻ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പെടുത്തുന്നുള്ളൂ. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ 99 ആയിട്ടുണ്ട്. ഒരാളും കൂടി അയക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 100 ആയേനെ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതൊക്കെ വലിയ കാര്യമാണെന്ന്, പക്ഷേ എനിക്കിതൊക്കെ വലിയ കാര്യമാണ്. നമ്മുടെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ഓരോ മുന്നേറ്റവും നമുക്ക് അതിലെ ഓരോ വലിയ കാര്യങ്ങളാണല്ലോ. എനിക്കിതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ 100 ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാറിലിരുന്ന് തന്നെ ചോദിക്കുകയാണ് ആരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആളുടെ ഫോൺ മേടിച്ച് ചെയ്തപ്പോൾ നമുക്ക് 100 ആയി. അതിൻ്റെ സന്തോഷം കാണിച്ചതാണ് ഞാൻ. പിന്നെ അങ്ങനെ അവർ ഫസ്റ്റ് എത്തിയിട്ടോ. അവരാദ്യം എത്തിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ആനക്കോട്ടയിലെത്തി വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്.
അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു, ആനക്കൊട്ടയുടെ അവിടേക്ക് നടന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു പേടി, ഏത് ഭാഗത്തേക്കും ഓടുക എന്ന് വെച്ചാൽ ആന അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തേക്ക് ഓടും എന്നുള്ളൊരു പേടിയാണ്. കാരണം ചുറ്റിനെ നിറച്ച ആനകളാണ്. എൻ്റെ മോന് എന്ന് വെച്ചാലും ആന എന്ന് വെച്ചാൽ ജീവനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ അച്ഛനും അങ്ങനെയാണ്. ആനപ്രാന്തന്മാരാണ് അച്ഛനും മോനും. അപ്പോൾ അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഉണ്ണീരെ, അതായത് കിച്ചുവിൻ്റെ, എൻ്റെ മോൻ്റെ ചോറൂണ് ഞങ്ങൾ ഗുരുവായൂർ ഇതേപോലെ നടത്തിയപ്പോഴും ഞങ്ങൾ ഇതേപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ നടപ്പ്, ആൾക്ക് ഭയങ്കര ഹാപ്പി സന്തോഷമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ചേച്ചി, കുഞ്ഞു ചേച്ചി ഭയങ്കര ഇതിൽ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോവാണ് അവനെ. അപ്പം ഞങ്ങളും ഇതേപോലെ കിച്ചുവിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ ഇതേപോലെ ആനക്കോട്ടയും കടലൊക്കെ കണ്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. നമ്മൾ എന്നും ഇങ്ങനെ ഫാമിലിയായിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് വരില്ലല്ലോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതെ, അമ്മ ഉണ്ണീനെ അടുത്ത് നടക്കുന്നുണ്ട്. കാരണം അമ്പലത്തിൽ പോയപ്പോൾ അമ്മയ്ക്ക് ഉണ്ണീനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആളാണെന്നുണ്ടെങ്കിലോ പുറത്തിറങ്ങിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. ആൾ കണ്ണൊക്കെ തുറന്ന് ഭയങ്കര കഴിച്ച കണ്ണിലാണ് നിൽക്കുന്നത്. ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ ഇവിടെയൊക്കെ നിറച്ച ആനകളുണ്ട്. ഓരോ ആനകളുടെ പേരൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്ന ആനകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയെന്ന് വെച്ചാൽ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആൾ എവിടേക്ക് പോവുകയാണ്, ഏതെങ്കിലും ഉത്സവത്തിനാണോ അത് വേറെ വല്ല കാര്യങ്ങൾക്ക് പോണതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആൾ എവിടേക്ക് പോവുകയാണ്. അപ്പോൾ ആളുടെ ചങ്കലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. ഇതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ആടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട് ആട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ചാൽ നമ്മുടെ ഒപ്പം ആൾ ഡാൻസ് കളിക്കും. അപ്പം ഞാൻ കുറേ നേരം ആളുടെ മുമ്പിൽ ഇങ്ങനെ ആടിയൊക്കെ കളിച്ച് നോക്കി. ഇനി ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് ആ പറമ്പിലൊക്കെ ആനകളുണ്ട് കേട്ടോ. കുറച്ച് ഡേഞ്ചറായി തോന്നിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരത് നീക്കി കെട്ടിയിട്ടുണ്ടാവുക, അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെയൊക്കെ ആനകളുണ്ട്. 2-3 ആനകൾ നിൽക്കുന്നത് കണ്ടോ, ആ തലയിട്ട് ആട്ടണ കണ്ടോ. അപ്പോൾ ഞാനപ്പോൾ ഉണ്ണിയോളോട് പറയാണ് വന്ന് ഡാൻസ് കളിച്ച് നോക്കി, അപ്പോൾ ചിലപ്പോൾ ആ കൂടെ കളിക്കുന്നു പറഞ്ഞപ്പോൾ അവർ കളിക്കുന്നതിൻ്റെ ഒപ്പം ആളും കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ പട്ട കിടക്കണ കണ്ടപ്പോൾ പിള്ളേർ ഓടി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉണ്ണീരെ പരിപാടിക്ക് വന്നപ്പോൾ ഇങ്ങനെ കളിച്ച് നിൽക്കുകയെ ഞങ്ങളങ്ങനെ പോയതിന് പിന്നാലെ പട്ട എടുത്ത് എറിഞ്ഞു. അപ്പോൾ ആ ഒരു പേടിയുള്ള കാരണം പിള്ളേർ അത് പട്ട എടുക്കണ കണ്ടപ്പോഴും ഓടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊണ്ടുപോകാൻ നിൽക്കുന്ന ഒരു ആനേനെ ആളെ കൊണ്ടുപോകാനായിട്ട് മുമ്പായിട്ട് ആളുടെ ദേഹത്തൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ആൾക്ക് വെള്ളം കുടിക്കാനായാലും കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട്, എൻ്റെ ഏട്ടനെ കൊണ്ടുപോകണം കണ്ടപ്പോൾ ആൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏട്ടനും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയനും കൂട്ടുകാരനൊക്കെ കൂടി ആളെ കൊണ്ടുപോകണം നോക്കിക്കാണ്. കൊണ്ടുപോകാനായിട്ട് മുമ്പായിട്ട് ആൾക്ക് വെള്ളവും പിന്നെ ദേഹത്തൊക്കെ വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട്. ആൾക്ക് കുടിക്കാനായാലും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുള്ളും ചുറ്റി നടന്ന് കണ്ട് ഇറങ്ങി. ഇതെന്ന് വെച്ചാൽ എൻ്റെ വലിയേച്ചി പിള്ളേരുടെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ വിചാരിച്ച് ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ നിന്നു. പക്ഷേ നേരെ തിരിഞ്ഞു പോയി. പിന്നെ ഇവിടെയും ഒരാൾ കിടന്ന് നല്ല തലാട്ടലൊക്കെ ഉണ്ട്. പിന്നെ നേരെ പോന്നപ്പോൾ നോക്കുമ്പോൾ അച്ഛനമ്മയും നടന്ന് ക്ഷീണിച്ച് ഉണ്ണീൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി ഉറങ്ങി കേട്ടോ. ആൾ പിന്നെ നല്ല ഉറക്കമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ വെള്ളം മേടിക്കാൻ പോയേക്കാണ്. അപ്പോൾ അച്ഛനെ നോക്കി നിൽപ്പാണ് ഈ നിൽക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ആളെ പട്ടയൊക്കെ ആയി സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പതിയെ അങ്ങനെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാളിങ്ങനെ പടം വരയ്ക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ സ്വയം പടം വരയ്ക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ഇത് ചാവക്കാട് ബീച്ചാന്ന് തോന്നുന്നു, ശരിക്കും പേരറിഞ്ഞുകൂടെ പറയാനായിട്ട്. പിന്നെ അച്ഛനും മോനും അവർ കൂടി കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരും കുളിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഇറങ്ങുന്നൊന്നുമില്ല, കളിക്കാൻ അങ്ങനെയായിട്ട് ഇറങ്ങുന്നൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് കാല് നനയ്ക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണം അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ആരും അങ്ങനെ കളിക്കാമെന്ന് പറഞ്ഞ് കടലിലേക്ക് അങ്ങനെ ഇറങ്ങുന്നില്ല. ഇങ്ങനെ കാല് നനയ്ക്കാൻ പോലെ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഏട്ടൻ പോകുന്നത് കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയതാണ് മോനും. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും നല്ല കളിയിലായി. പിന്നെ പിള്ളേർക്കാന്ന് വെച്ചാൽ അച്ഛൻ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഐസ്ക്രീം കാര്യങ്ങളും മേടിച്ച് കൊടുത്തിട്ടുണ്ട്. കിച്ചുവിൻ്റെ ഐസ്ക്രീമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് ഏട്ടൻ പോണത് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയതാണ് ആൾ. പിന്നെ ഞാനും കുറച്ച് നേരം ഇവരുടെ കൂടെ വന്നു. പക്ഷേ വെള്ളം പെട്ടെന്ന് വീഡിയോ എടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ വെള്ളത്തിനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ എൻ്റെ കാലൊക്കെ നനഞ്ഞ് ഞാനങ്ങനെ കയറിപ്പോയി. പിന്നെ ഇത് കണ്ടോ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ആരും കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണമെന്നില്ല കേട്ടോ. ഇങ്ങനെ കണ്ടു നിൽക്കാമെന്നല്ലാതെ വേറെ ആരും ഇറങ്ങുന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു. ഇവരെന്നെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ ഇവരെ വീട്ടിലാക്കി അങ്ങനെ ഞങ്ങളും വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.